പിണറായി വഖഫ് തുടങ്ങുന്നു, ശരിയാണോ? പിണറായി വഖഫിൻ്റെ പണി പിണറായി ഏറ്റെടുത്തെന്ന് തോന്നുന്നു. വഖഫിൻ്റെ പണി എന്താ? ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പം നോക്കൂ, ഒരേക്കർ ഭൂമി പിണറായി ഒരു മുസ്ലിം പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരേക്കർ ഭൂമി. അതിന് ഫേസ് വാല്യൂ അനുസരിച്ച് 51,28,000 രൂപ വിലയുണ്ട്. ഫേസ് വാല്യൂ, മാർക്കറ്റ് വിലയല്ല. അത് കൊടുക്കാൻ പോകുന്നത് 5,12,000 രൂപയ്ക്ക് ഒരേക്കർ ഭൂമി. 51 ലക്ഷം രൂപ ഉള്ള ഫേസ് വാല്യൂ ഉള്ള, മാർക്കറ്റ് വിലയല്ല. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് വിലയേക്കാളും വളരെ കുറവായിരിക്കും. ഈ ഒരേക്കർ ഭൂമിക്ക് 51,28,000 രൂപ മുഖവില, മതിപ്പ് വില എന്ന് പറയാൻ പറ്റില്ല, മുഖവിലയുള്ള ഭൂമി 5,12,000 രൂപയ്ക്ക് ഒരേക്കർ ഭൂമി കൊടുക്കാൻ പോവാണ്. ഒരു മുസ്ലിം പള്ളി എന്ന് പറയുന്നുണ്ട്. മസ്ജിദിൻ്റെ പേര് ഞാൻ പറയാൻ, മുഹിയുദ്ദീൻ വലിയ ജുമാ മസ്ജിദ്, ചേരിക്കാല, കാസർഗോഡ്. അത് ഇത് എന്താണെന്നറിയോ, ഇതിൻ്റെ തീരുമാനം കുറേ കാലമായിട്ട് ഈ പള്ളി കമ്മിറ്റിക്കാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ പള്ളി ഇരിക്കുന്ന സ്ഥലം, ഒരേക്കർ സ്ഥലമുണ്ട്, അത് ഞങ്ങൾക്ക് പതിച്ച് തരണം. അപ്പോൾ സർക്കാർ ഇങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഈ അടുത്ത കാലത്ത് ജന്മാധാരം എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തു. ജന്മാധാരം എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസിലെ ടാക്സ് രജിസ്റ്ററിൽ ഉടമസ്ഥാവകാശം മാറ്റിയ രേഖയാണ്. വില്ലേജ് ഓഫീസിൽ പോയിട്ട്, ഇത്രയേ ഉള്ളൂ, വില്ലേജ് ഓഫീസിൽ പോയി അവിടുത്തെ ടാക്സിൻ്റെ രജിസ്റ്ററിൽ ഈ പള്ളി വക എന്ന് എഴുതിച്ചു, കരം തീർത്തൊരു റിസീറ്റും മേടിച്ചു, ഒരു ജന്മാധാരം കിട്ടി. അതാണ് ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ പള്ളി എന്ന വശത്ത് ഇവരുടെ ഇരിക്കുന്ന രേഖ ഈ കൊണ്ടുവന്ന വില്ലേജ് ഓഫീസിൽ പോയിട്ട് നികുതി അടച്ച് ജന്മാധാരം ഉണ്ടാക്കിയ ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റ് കേൾക്കണം. 1931 ജൂൺ 15. 1931 ജൂൺ 15 ഇങ്ങനെ ഒരു രേഖ ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടെന്നാണ് അവകാശവാദം. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് ഇവരുടെ ഭൂമിയല്ല, 931 മുതൽ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ അവകാശം കിട്ടിയത്. അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ കയ്യിൽ 931 മുതൽ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു രേഖ ഉണ്ടാക്കി വില്ലേജ് ഓഫീസിൽ നിന്ന്. എന്ന് മുതലെന്നുള്ളത് അറിയില്ല. അപ്പോൾ 931 ഡേറ്റ് വെച്ച് രേഖ ഉണ്ടാക്കി. അത് 931 ഡേറ്റ് ശ്രദ്ധിക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ബ്രിട്ടീഷുകാരുടെ കാലമാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം ഉണ്ടായത്. അപ്പോൾ കേരളവും ഉണ്ടായിട്ടില്ല. അപ്പോൾ മദ്രാസ് പ്രൊവിഷൻ്റെയൊക്കെ ഭാഗമായിട്ടിരിക്കുന്ന കാലം, ആ സമയത്തുള്ള ഭൂമിയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഞങ്ങൾ കൈവശം വെക്കുന്ന ഭൂമിയാണ്. അതിനാകെ രേഖയൊന്നുമില്ല. അവിടെ പോയി നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വില്ലേജ് ഓഫീസിലെ രേഖയിൽ പേര് മാറ്റിയിട്ട് പള്ളിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ രേഖ കൊണ്ടുവന്നു. രേഖ അതുകൊണ്ട് തന്നെ കേരളം ഉണ്ടാകുന്നതിന് മുമ്പായതുകൊണ്ട് തന്നെ അത് കന്നഡ ഭാഷയിലാണ്. കന്നഡ ഭാഷയിൽ അത് പരിശോധിച്ചപ്പോഴത്തേക്ക് റവന്യൂ മന്ത്രാലയം പറഞ്ഞു ഇതിനകത്ത് കുറേ വായിക്കാനൊന്നും പറ്റുന്നില്ല, കുറേ വാക്കുകളൊന്നും കാണുന്നില്ല. പഴക്കം കൊണ്ടാണോ ഇനി പഴക്കം തോന്നിപ്പിക്കുന്നതാണെന്ന് അറിയത്തില്ല. ഈ പഴയ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കി തരും. പഴക്കം ഒരു സിനിമയുണ്ട്, തന്നെ ആ സിനിമ കണ്ട്, മോഹൻലാലിന്റെ സിനിമ അല്ലേ, മോഹൻലാലിന്റെ കൃഷിയോ ഫാമോ മറ്റാണ്. രേഖയുടെ പഴക്കം ഉണ്ടാക്കാൻ പാടൊന്നുമില്ല. സിനിമ കണ്ടു കാണാം, സിനിമ പ്രകാരം. ഞാൻ ഇവരങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, എനിക്കറിയത്തില്ല, അത് അവർ തെറ്റിദ്ധരിക്കണം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ സിനിമയിലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ രേഖ കൊണ്ടുവന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, ഇതൊന്നും റീഡബിൾ അല്ല, അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പ്രധാനമാണ്, വേണമെങ്കിൽ ഇത് വേണം എന്നാണെങ്കിൽ ഇതൊന്നും പ്രശ്നമേ അല്ല. അപ്പോൾ എന്ത് ചെയ്തു, വേണമെന്നാണ് നമ്മുടെ ധാരണ ഉള്ളതുകൊണ്ട് സർക്കാർ ഇത് ലോ ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു. അങ്ങനെ നിയമമന്ത്രാലയത്തിന് അയച്ചു. നിയമമന്ത്രാലയം അത് ധനകാര്യ മന്ത്രാലയത്തിന് അയച്ചു. ധനകാര്യ മന്ത്രാലയം അതെന്ത് ചെയ്തു, അത് പരിശോധിച്ചിട്ട് കഴിഞ്ഞ മാസം കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ വെച്ചു. അപ്പോൾ ഒരേക്കർ മുഹിയുദ്ദീൻ വലിയ ജുമാ മസ്ജിദ്, ചേരിക്കാല, കാസർഗോഡ്. പൊതുസ്ഥലമാണേ. പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ ആരുടെ സ്ഥലമാണ്? സർക്കാരിൻ്റെ, എൻ്റെ സ്ഥലമാണ്, സിനുവിൻ്റെ സ്ഥലമാണ്, ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ സ്ഥലമാണ് ആണല്ലോ. അതെ, പൊതുസ്ഥലം അതാണ്, അല്ല സർക്കാരിൻ്റെ ഒന്നുമല്ല. പൊതുസ്ഥലം നമ്മുടെയാണ്. ആ പ്രോപ്പർട്ടി ഒരേക്കർ ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചു. മന്ത്രിസഭ തീരുമാനിച്ചു, അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഘടനകളുടെ അപേക്ഷയൊക്കെ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ചില ശ്മശാനം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ട് കൊടുക്കുന്നുണ്ട്, സ്ഥലം പതിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനൊരു മാനദണ്ഡം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. 2020 ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി. പിണറായി വിജയൻ്റെ സർക്കാർ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ സർക്കാരിൻ്റെ ഭൂമി
മതസംഘടനകൾക്കും ശ്മശാനങ്ങൾക്കും വേണ്ടിയൊക്കെ പതിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷകൾ കിട്ടുമ്പോൾ അത് തീർപ്പാക്കണം എന്നുണ്ട്. അതിന് പറഞ്ഞിരിക്കുന്നതെന്നറിയോ, സ്വാതന്ത്ര്യത്തിന് മുമ്പേ കൈവശമുള്ളതാണെങ്കിൽ, കൈവശം വെച്ചിരിക്കുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോരാ, ആണെന്ന് തെളിയിക്കപ്പെട്ടാൽ, അതായത് ഫെയർ വാല്യൂവിൻ്റെ 25% അടച്ചാൽ മതി. 25% അടയ്ക്കണം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൈവശം വെച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടാൽ. ഇവിടെ ഈ ജന്മാധാരം എന്ന് പറയുന്ന വില്ലേജ് ഓഫീസിൽ കരമടച്ചതായിട്ടുള്ള ഒരു രേഖ, ജന്മാധാരം എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ ഡീഡിന് എത്രമാത്രം അവകാശം തെളിയിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. വില്ലേജ് ഓഫീസിൽ സ്വാധീനിച്ചാൽ രേഖ അതിലൊരു തിരുത്ത് വരുത്തിയിട്ട് ഒരു സാധനം ഒരു നികുതി അടയ്ക്കാം. അതെ, 931 ഓർക്കണേ. അതെ, ആണെങ്കിൽ അന്നാണ് ചെയ്തുവെങ്കിൽ. അതുകൊണ്ട് അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി, ആധികാരികത എനിക്കറിയില്ല. അറിയാവുന്ന റവന്യൂവിലുള്ള ആയിട്ട് ബന്ധമുള്ള നമ്മുടെ പ്രേക്ഷകർ കമൻ്റായിട്ടിട്ടാൽ കൊള്ളാം. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. ഇനി അങ്ങനെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതാണെങ്കിൽ ഫെയർ വാല്യൂവിൻ്റെ 25% മേടിക്കണം. ഇനി സംസ്ഥാനം രൂപീകരണത്തിന് ശേഷവും 90 ജനുവരി 1 മുമ്പും, സംസ്ഥാനം ഉണ്ടായത് 1956 നവംബർ 1 അങ്ങനെ കേരള സംസ്ഥാനം വന്നിട്ട് 1990 ജനുവരി 1 മുമ്പ് കൈവശം വെച്ചിരിക്കുന്നതാണെങ്കിൽ 100% ഫെയർ വാല്യൂ അടയ്ക്കണം. ഇനി വീണ്ടുമുണ്ട്, 1990 ശേഷവും 2008 ആഗസ്റ്റ് 25 മുമ്പുമാണെങ്കിൽ നിലവിലെ മാർക്കറ്റ് വില അടയ്ക്കണം. ഇതാണ് വ്യവസ്ഥ. അതേക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാനുണ്ട്, അത് വരാം. അതിന് അങ്ങനെ വന്നാൽ പരമാവധി 1 ഏക്കർ വരെ കൊടുക്കാം. ഇതാണ് സർക്കാരിൻ്റെ ഗൈഡൽ. ഇത് വെച്ചിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ജന്മാധാരം വെച്ചിട്ട് മുഹിയുദ്ദീൻ വലിയ ജുമാ മസ്ജിദിന് ഭൂമി കൊടുത്തിരിക്കുന്ന ഭൂമി സ്വാതന്ത്ര്യത്തിന് മുമ്പേ കൈവശമുള്ളതാണെന്ന് വാദത്തിന് സമ്മതിക്കാം. അത് രേഖയാണെന്ന് വെച്ച് സമ്മതിക്കാം. അങ്ങനെയുണ്ട് ഫെയർ വാല്യൂവിൻ്റെ 25% അടയ്ക്കണ്ടേ? അടയ്ക്കണം. പിണറായി തന്നെ ഉണ്ടാക്കിയ വ്യവസ്ഥയാണ്. എപ്പോൾ? 2020, 4 വർഷമായിട്ടുള്ളൂ. 2020, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഈ വസ്തു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ ജുമാ മസ്ജിദ് കൈവശം വെച്ചിരിക്കുന്നതായതുകൊണ്ട് അതിന് 25% ഫെയർ വാല്യൂ അടയ്ക്കണം. 25% ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ 51,28,000 രൂപയാണ്. അത് 5,12,000 കുറച്ച് കൊടുത്തു. ഏതടിസ്ഥാനത്തിൽ, ഏത് വകുപ്പിൽ, ഏത് രേഖ എന്നുള്ളതൊക്കെ വിട്, അതൊക്കെ ശരിയെന്ന് വെച്ചാൽ പോലും സർക്കാർ പിണറായി തന്നെ ഉണ്ടാക്കിയ ഗൈഡ് ലൈൻ പ്രകാരം ഫെയർ വാല്യൂവിൻ്റെ 25% എന്ന് നിശ്ചയിച്ചിരിക്കെ 51,28,000 പകരം 5,12,000 എന്ന് തീരുമാനിക്കുന്നത് എന്തിനു വേണ്ടി? അപ്പോൾ ഇനി മുതൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൈവശം വെച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും 25% കൊടുക്കണ്ട. ഇത് പള്ളി കിട്ടുന്ന ഈ മസ്ജിദിന് കൊടുത്ത ആനുകൂല്യ പ്രകാരം ഭൂമി കൊടുക്കുമോ? ഇല്ല. കാരണം ഇത് മസ്ജിദാണ്, വോട്ട് ബാങ്കാണ്. പിണറായി ഉണ്ടാക്കിയ വ്യവസ്ഥ പിണറായി തന്നെ ലംഘിച്ചിരിക്കുന്നു അല്ലേ? ഞാൻ ഉണ്ടാക്കിയതല്ലേ, എനിക്ക് ലംഘിച്ചുകൂടെ? അങ്ങനെ ആയിരിക്കാം. കാരണം നമ്മുടെയൊക്കെ ഇതല്ലേ നരേന്ദ്രമോദി പറഞ്ഞത്, നമ്മുടെ സ്വത്തുക്കളുടെ പ്രാഥമിക അവകാശികൾ ആരാണ്? മുസ്ലിങ്ങളായിരിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നമ്മുടെ റിസോഴ്സിൻ്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിം സമുദായമായിരിക്കുന്നു എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ചന്ദ്രദാസ് ഇളക്കി അല്ലേ? മതേതരവാദികൾക്കൊക്കെ ഇങ്ങനെ വിറകുണ്ട്, ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പറയാമോന്ന്. ഇപ്പം എങ്ങനെയാ? നാട്ടിൽ പിണറായി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥ ഫെയർ വാല്യൂവിൻ്റെ 25%. അതുപ്രകാരമുള്ള 51,28,000 വേണ്ട, 5,12,000 മതി 1 ഏക്കറിനെ. ആരുടെ സ്ഥലം? എൻ്റെ, സിനുവിൻ്റെ, നിങ്ങളുടെ. ഇതാണ്. അപ്പോൾ പിണറായി ഇവിടുത്തെ വക്കഫിനേക്കാളും വലിയ വക്കഫാണ് പിണറായി വിജയൻ. ഇനി അവിടെ നിൽക്കട്ടെ, ഈ വ്യവസ്ഥകൾ ഒന്നുകൂടെ വായിക്കാം. ആദ്യത്തെ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് അല്ലേ? അതെ, അത് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതിന് മുമ്പ്. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് വായിച്ച്, സംസ്ഥാന രൂപീകരണം. സംസ്ഥാനം ഉണ്ടായത് 1956 നവംബർ 1. അതെ. അതുമുതൽ 90 ജനുവരി 1 വരെയാണെങ്കിൽ അതിന് ഫെയർ വാല്യൂവിൻ്റെ 100%. അപ്പോൾ 51 ലക്ഷം ഫെയർ വാല്യൂ ആണെങ്കിൽ മുഴുവൻ പൈസ അടയ്ക്കണം. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഇനി അടുത്തോടെ നോക്കൂ, 90 ശേഷവും 2008 ജനുവരി 25 മുമ്പുമാണെങ്കിൽ നിലവിലെ മാർക്കറ്റ് വില കൊടുത്താൽ സർക്കാരിൻ്റെ ഭൂമി കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരു ക്ലിയർ ഇൻവിറ്റേഷൻ ഉണ്ട്. എന്തെന്നറിയോ? നിങ്ങൾ കയ്യേറിക്കോ. 90 ജനുവരി 1 വരെ നിങ്ങൾ കയ്യേറിയതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമി കിട്ടും. 100% ഫെയർ വാല്യൂ അടച്ചാൽ മതി, മാർക്കറ്റ് വാല്യൂ അല്ല. അപ്പോൾ ആ കാലഘട്ടം വരെ കയ്യേറിയ എല്ലാ വസ്തുവും ഇങ്ങനെ അതെ മേടിക്കാം. ഇനി 1990 മുതൽ 2008 ഓഗസ്റ്റ് 25 വരെയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് വില തന്നാൽ മതി, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോഴും വസ്തു കിട്ടും.
അപ്പോൾ ഇതിന് കുറച്ച് ഡോക്യുമെൻ്റ് കൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അല്ലേ? ജഗതി സിനിമയെ കാണിക്കുന്ന പോലെ. അതെ. അപ്പോൾ ഭൂമി കയ്യേറ്റം, പുറമ്പോക്ക് ഭൂമി, പൊതുഭൂമി കയ്യേറുന്ന ആളുകൾക്ക് നിയമാനുസൃതം അത് ഒപ്പിച്ച് കൊടുക്കാനുള്ള ഒരു പദ്ധതി കൂടെ ഈ മാർഗനിർദ്ദേശങ്ങളിലുണ്ട്. ആ മാർഗനിർദ്ദേശം ലംഘിച്ചിട്ടാണ് ഇപ്പോൾ മുഹിയുദ്ദീൻ വലിയ ജുമാ മസ്ജിദ് ചെരിക്കാലേക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര വലിയ ചതിയാണ് നടക്കുന്നത്. തട്ടിപ്പല്ലേ. അപ്പോൾ സംഘടിത വോട്ട് ബാങ്ക് ഇപ്പുറത്ത് വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത പറയും, അവരെ ചീത്ത പറയും, ഒക്കെ പറയും. അതിൻ്റെ ഇപ്പുറത്തൂടെയോ ഓരോ പള്ളി കമ്മിറ്റിക്കും നമ്മുടെ ഭൂമി പതിച്ചു കൊടുക്കുന്നു. അതും പിണറായി ഉണ്ടാക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് 51,28,000 പകരം 5,12,000 രൂപ വാങ്ങിച്ചിട്ട് 1 ഏക്കർ ഭൂമി, 100 സെൻറ്റ് ഭൂമി. എങ്ങനെയുണ്ട്? അപ്പോൾ 1 സെൻറ്റിന് 5,000 രൂപ അല്ലേ? അതെ. എവിടെയെങ്കിലും കിട്ടുമോ അങ്ങനെ ഒരു സ്ഥലം? എനിക്കറിയില്ല. 5,000 അല്ലെങ്കിൽ 50,000 ആവട്ടെ, കിട്ടുമോ? 50,000 രൂപയ്ക്ക് 1 സെൻറ്റ് സ്ഥലം കിട്ടുമോ? പല മൊട്ടക്കുന്നിലും കിട്ടുമായിരിക്കും. എന്തൊക്കെയാണ് ഈ മുസ്ലിം പള്ളി 1 ഏക്കർ സ്ഥലത്ത് ഇരിക്കുന്നത്? കണ്ണായ സ്ഥലത്തായിരിക്കും. ആയിരിക്കും, ഉറപ്പല്ലേ. അപ്പോൾ ഏതായാലും സംസ്ഥാനത്തെ വഖഫ് ബോർഡിനെ മാത്രം നിങ്ങൾ കണ്ടാൽ പോരാ. വഖഫിനേക്കാളും ഭീകരമായ ഒരവസ്ഥ, ഒരു ബോർഡാണ് കേരളത്തിൻ്റെ സർക്കാർ. അപ്പോൾ ഇനി പിണറായി വഖഫ് സർക്കാർ എന്നൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്. ആയിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.